നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിന്റെ ഒളിമ്പിക് ക്വാളിഫയർ മത്സരത്തിൽ തങ്ങളുടെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ അർജന്റീനയ്ക്ക് സമനില. 2 ഗോളുകൾക്ക് ലീഡ് എടുത്തു നിന്ന ശേഷമാണ് ഉറുഗ്വായോട് 3-3 സമനിലയിൽ അർജന്റീന പിരിഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഫൈനൽ ഗ്രൂപ്പിലേക്ക് യോഗ്യത ഉറപ്പാക്കിയത് കൊണ്ട് അർജന്റീനയ്ക്ക് ഈ മത്സരത്തിലെ വിജയപരാജയത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടീമിൽ മാറ്റങ്ങളുമായിട്ടാണ് അവർ കളിക്കാൻ ഇറങ്ങിയത്. എങ്കിലും ആദ്യം ഗോളടിക്കുകയും ആധിപത്യം പുലർത്തുകയും ഒക്കെ ചെയ്ത അർജന്റീനയായിരുന്നു. 7ാമത്തെ മിനിറ്റിൽ ബാൽസാർ റോഡ്രിഗസിലൂടെ അവർ ആദ്യ ഗോളടിച്ചു. 11ാമത്തെ മിനിറ്റിൽ ഫെക്കുണ്ടോ ക്യൂഡസും ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളിന് അർജന്റീന മുന്നിൽ കയറിയതാണ്. പക്ഷേ 19ാമത്തെ മിനിറ്റിൽ റോഡ്രിഗസിലൂടെ ഉറുഗ്വായി 1 ഗോൾ മടക്കി. തുടർന്ന് ഗോൺസാലസ് 25ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചപ്പോൾ അർജന്റീന 3-1 ലീഡിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് അറോഹോയുടെ ഗോൾ വരുന്നു. 3-2 എന്ന രൂപത്തിലാണ് ഇടവേള സമയത്ത് ഇരു ടീമുകളും കളിക്കളം വിടുന്നത്. 61ാമത്തെ മിനിറ്റിൽ അബാൽഡോ കൂടി ഗോളടിച്ചപ്പോൾ 3-3 എന്ന രൂപത്തിൽ മത്സരം അവസാനിച്ചു. എന്തായാലും അർജന്റീന ആദ്യത്തെ മത്സരം സമനിലയായിരുന്നു, അവസാന മത്സരവും സമനിലയായി. അതിനിടയ്ക്കുള്ള 2 കളികൾ വിജയിച്ചതോടെ 8 പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഫൈനൽ ഗ്രൂപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പരാഗ്വയ് 4 കളികളിൽ നിന്ന് 7 പോയിന്റുമായിട്ട് ഇതേ ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും ഫൈനൽ ഗ്രൂപ്പില് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അർജന്റീനയും അതുപോലെ പരാഗ്വയും കൂടാതെ ബ്രസീലും വെനിസ്വലയുമാണ് ഫൈനൽ ഗ്രൂപ്പിലുള്ളത്. ബ്രസീലിനെതിരെയുള്ള അർജന്റീനയുടെ മത്സരം വരുന്നതാവട്ടെ ഫെബ്രുവരി 11 കിടിലൻ പോരാട്ടങ്ങൾ ഇതാ ഒളിമ്പിക് ക്വാളിഫയറിൽ നമ്മെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.